എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ മരണം, ക്രോസിലെ മരണം, അതൊരു മഹാ അത്ഭുതമാണ് അല്ലെ. പാപികളായിരുന്ന മനുഷ്യവർഗത്തെ ദൈവത്തിന്റെ നീതിയാക്കുന്നതിന് വേണ്ടി, യേശുവിൽ നീതിയാക്കുന്നതിന് വേണ്ടി പിതാവ് തന്റെ പുത്രനെ പാപമാക്കി തീർത്തു. എന്നിട്ട് ക്രോസ് ഓഫ് കാൽവരിയിൽ അവനെ നമ്മൾക്ക് ബലി കൊടുത്തു അല്ലെ. മനുഷ്യവർഗത്തെ തന്റെ പുത്രനെ പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടി മഹാ അത്ഭുതമല്ലേ അത് അല്ലെ. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അല്ലെ, നമ്മളെ വെറുതെ മനുഷ്യരാക്കി തന്നെ വിടാതെ, നമ്മളുടെ പാപം ഒക്കെ പുറത്തു തന്നതിന് ശേഷം നമ്മളെ വെറുതെ ഒക്കെ മനുഷ്യരായിട്ട് തന്നെ അങ്ങനെ വിടാതെ, പക്ഷെ പിതാവിന്റെ സ്വന്തം പുത്രനെ, പരിശുദ്ധനായിട്ടുള്ള പുത്രനെ പോലെ ആക്കി തീർക്കുക. അതാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരിയിൽ ചെയ്ത് തന്നിരിക്കുന്നത് അല്ലെ. ഒരു ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവന്റെ ഒരു പുതുക്കത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ, ക്രോസ് ഓഫ് കാൽവരിയിൽ എന്താണ് അവൻ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് അറിഞ്ഞില്ല എങ്കിൽ, നമ്മുടെ അറിവില്ലായ്ക പിശാച് അത് മുതലെടുക്കുക തന്നെ ചെയ്യും. നമ്മൾ പഴയ മനുഷ്യരല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ, യേശുവിന്റെ മരണത്തിലേക്ക് സ്നാനം ഏറ്റിരിക്കുന്ന വ്യക്തികൾ ഒരു പുതിയ വ്യക്തിയാണ് അല്ലെ. ദൈവത്തിന്റെ കൈകൊണ്ട് പണിയപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ വ്യക്തിയാണ് അല്ലെ. മനുഷ്യന്റെ ഒരു യാതൊരു വിധത്തിലെ ഇടപാടുമില്ലാതെ ഹോളി സ്പിരിറ്റ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ ജീവിതമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ പിശാച് അത് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും, അവന്റെ ഉപകാരത്തിന് വേണ്ടി, അവന്റെ കാര്യത്തിനായിട്ട്. അതാണ് ഇന്നത്തെ ടോപ്പിക്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ക്രോസ് ഓഫ് കാൽവരി ചെയ്തതിന് എല്ലാമായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഈ സ്നേഹത്തിനൊന്നും അർഹരായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല. അതിനൊക്കെ പാത്രങ്ങളാകാൻ മാത്രമുള്ള ഒരു കഴിവോ ഒരു കാര്യവും ഞങ്ങൾക്കില്ല. കർത്താവ്, ലോഡ് ഫാദർ, അങ്ങൊരു ഡിസിഷൻ എടുത്തത് കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുക എന്നുള്ളൂ. പിതാവേ, ഓ താങ്ക് യു ജീസസ്. കർത്താവേ യേശുവേ, അങ്ങ് മനുഷ്യന്റെ രൂപത്തിലേക്ക് ലോകത്തിലേക്ക് വരും, പാപമായി തീരുകയും ഞങ്ങളെ ദൈവത്തിന്റെ നീതിയാക്കുന്നതിന് വേണ്ടി അങ്ങയിൽ അതുകൊണ്ട് മരിച്ചതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങയുടെ സ്നേഹത്തിലായിട്ട് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ ഇന്നും ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ചെവികളെ തുറക്കണമേ കർത്താവേ. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. രണ്ടാമത്തെ കൊരിന്ത്യരിലേക്ക് പോകാം. 5-ാമത്തെ ചാപ്റ്ററിന്റെ 13 തൊട്ട് 17 വരെ ഒന്ന് വായിക്കാം. 17-ാമത്തെ വാക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. നമ്മളെല്ലാവരും ഒരുപാട് ബൈഹാർട്ട് പഠിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് എത്രമാത്രം അറിയാൻ പറ്റും അല്ലെ. അതിന്റെ അർത്ഥം, അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അവൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മള് എന്താ പറഞ്ഞ, ദൈവത്തെ വാഴ്ത്തും. അതൊരു കാര്യം, നമ്മൾ പിശാചിന്റെ പിടിയിലാകുമില്ല അല്ലെ. നമ്മൾ വിക്ടോറിയസ് ആക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ദൈവം ക്രോസ് ഓഫ് കാൽവരിയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് 13 തൊട്ട് 17 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വാക്കി. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ വിവശന്മാർ എന്നു വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരിക നിങ്ങൾക്കും ആകുന്നു. പോൾ എഴുതുന്നതാണ് കൊരിന്ത്യൻ സഭയ്ക്ക് വേണ്ടി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡാണ് എഴുതുന്നത് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് കൊരിന്ത്യൻ സഭയ്ക്ക് വേണ്ടി തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി എഴുതുന്നു. ദൈവത്തിന്റെ ഓരോ വചനവും എല്ലാ വാക്കുകളും നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ചിലരിങ്ങനെ പറയുന്ന കേൾക്കാം, പല കാര്യം അത് ഈ സഭയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന കാര്യമല്ല. ഇനിയിപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് ഓരോ ലെറ്റർ എഴുതുക പറഞ്ഞു കഴിഞ്ഞാല് ബൈബിള് എത്രമാത്രം ബൈബിള് എഴുതി കൂട്ടേണ്ടി വരും അല്ലെ. അപ്പൊ എല്ലാ വചനവും അത് വചനത്തിന് ജീവനുള്ളത് അല്ലെ. അത് അന്ന് എഴുതിയതാണെങ്കിൽ പോലും എന്നും നമ്മളോട് സംസാരിക്കും. ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ വിവശന്മാർ എന്നു വരിക ദൈവത്തിനും സുബോധമുള്ളവർ എന്നു വരിക നിങ്ങൾക്കും ആകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലാകയാൽ അവൻ പുതിയ
ആകുന്നു. പഴയ ഇത് കഴിഞ്ഞു പോയി. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു അല്ലെ. അപ്പോ ഇവിടെ പോള് പറയുവാണ് ഒരു വലിയൊരു മർമ്മം അല്ലെ. പോള് പറഞ്ഞിരിക്കുക ഒരുത്തൻ ക്രിസ്തുവിലായി അവരൊരു പുതിയ സൃഷ്ടിയാണെന്നുള്ള കാര്യം അല്ലെ. അത് നമ്മള് മനസ്സിലാക്കി ഇല്ല എങ്കിൽ ഏറ്റവും കഷ്ടപ്പെടുത്തുന്ന ഒരു അറിവില്ലാഴിക ആയിപ്പോകും. നമ്മളൊരു പുതിയ സൃഷ്ടിയാണ് അല്ലെ. നമ്മൾ പഴയതിന്റെ പിടിയിലല്ല. പഴയതിന്റെ പിടി എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിന്റെ പിടിയിലല്ല. പാപത്തിന്റെ പാപം കൊണ്ട് വന്നിരിക്കുന്ന ഒന്നിന്റെയും പിടിയിലല്ല അല്ലെ. പാപത്തിന്റെ ഫലമായിട്ട് വന്നതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. പാപത്തിന്റെ ഫലമായിട്ട് വന്നതാണ് ഈ ലോകത്തിൽ കാണുന്ന സകല പ്രശ്നങ്ങളും. പാപത്തിന്റെ പിടിയിൽ വന്നതാണ് പാപത്തിന്റെ പാപമായിട്ട് പാപം കൊണ്ടുവന്നതാണ് എന്താ പറയുക വഴക്കുകളും കുറ്റങ്ങളും കുറവുകളും അസുഖങ്ങളും ദാരിദ്ര്യവും അങ്ങനെ എല്ലാം. അപ്പൊ അതിന്റെ പിടിയിലായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ദൈവം പറഞ്ഞിരിക്കുക നമ്മള് യേശുവിലായി കഴിഞ്ഞാല് നമ്മളൊരു പുതിയ സൃഷ്ടിയാണ് അല്ലെ. ആ പഴയ ജീവിതം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പാപം കൊണ്ടുവന്ന മോറൽ ഡീക്കെ അല്ലെ. നമ്മൾ എങ്ങനെ തരത്തിലുള്ള മോറൽ വാല്യൂസ് ഉണ്ടായിരുന്ന അല്ലെ ആളുകളായിരുന്നുള്ളൊന്നും നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക അതാണ് നല്ലത് അല്ലെ. ഇത് പോള് പറഞ്ഞത് പാപികൾ വെച്ച് ഞാൻ ചീഫ് ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും മുന്തിയവനായിരുന്നു പറഞ്ഞാല് ഒന്നാമനായിരുന്നു പോള് പറയുമ്പോ അയ്യോ അങ്ങനെയൊന്നും അല്ല കാര്യം. എന്റെ പോളെ അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാന്ന് പറയിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തവരാണ് പല ആൾക്കാരും അല്ലെ. അങ്ങനെ പല രീതിയിൽ പാപത്തിലായിരുന്ന വ്യക്തികൾ നമ്മൾ. പക്ഷെ അതെല്ലാം കളഞ്ഞിട്ട് ഒരു പുതിയ സൃഷ്ടിയായി യേശുക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിയായിട്ട് ഒന്നിലും ബന്ധിപ്പിക്കപ്പെടാത്തവരായിട്ട് ഇനി ഒരു ബന്ധനമില്ല നമ്മൾക്ക് അല്ലെ. സകല നേരത്തെ ഉണ്ടാകുന്ന സകല തരത്തിലുള്ള ബന്ധനത്തെയും അഴിച്ചു മാറ്റിക്കൊണ്ട് അവനുള്ളൊരു പുതിയ സൃഷ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുക. അവൻ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്ന എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് എന്താ പറയുക നമ്മളെ സ്തോത്രം അല്ലെ. സ്തോത്രം നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല അല്ലെ. ദൈവമേ ഞങ്ങൾ ഇതിനൊന്നും അർഹത ഉള്ളവർ ആയിരുന്നില്ലല്ലോ അല്ലെ. ഒരു പുതുമയിലേക്ക് നീ എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെ. പുതിയ ജീവിതത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ 6ാമത്തെ ചാപ്റ്റർ റോമർക്കെതിരെ 6ലേക്ക് പോകുമ്പോൾ 3ഉം 4ഉം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലയോ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയും ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ജീവന്റെ പുതുക്കത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. യേശുവിലാകുന്നതിന് വേണ്ടി സ്നാനമേറ്റിരിക്കുന്നു. അവനിൽ സ്നാനമേറ്റിരിക്കുന്ന വ്യക്തികൾ അവനിലേക്കാണ് നമ്മൾ അവന്റെ മരണത്തിലേക്കാണ് നമ്മൾ സ്നാനമേറ്റിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ചുകൾ അവനോടൊപ്പം നമ്മൾ അടക്കപ്പെട്ട വ്യക്തികളാണ്. നമ്മുടെ പഴയ സ്വഭാവം പഴയ ജീവിതം പഴയതായിട്ട് ഉള്ളതെല്ലാം സകലം പാപത്തിൽ നിന്ന് വന്നതല്ല. ആടത്തിന്റെ സ്വഭാവത്തിൽ ആടത്തിന്റെ DNA നിന്ന് വന്ന കാര്യങ്ങളെല്ലാം ആടത്തിന്റെ DNA-യും സകലതും പാപത്തിന്റെ ഫലമായിട്ട് വന്നിരിക്കുന്ന എന്താ പറയാ സകലതും അല്ലെ അസുഖങ്ങളും പിന്നെ എന്താ പറയണേ പോവർട്ടി അല്ലെ പട്ടിണിയും അങ്ങനെ സകലതും അവനോടൊപ്പം അവന്റെ മരണത്തിലേക്ക് മരിച്ചപ്പോ ആ വെള്ളത്തിൽ കുഴിച്ചിടപ്പെട്ട് തന്നെ ചെയ്തു അല്ലെ. അതിൽ ഒഴുകി പോവുക തന്നെ കഴുകി പോവുക തന്നെ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു പുതുക്കത്തിലേക്ക് ജീവന്റെ പുതുക്കത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവം ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി ഇതേ ചാപ്റ്ററിൽ തന്നെ ദൈവം പറയുവാണ് നമ്മളോട് ജീവന്റെ പുതുക്കത്തെ പറ്റി കുറച്ചും കൂടെ ദൈവം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. 10ാമത്തെ വാക്കും 11ാമത്തെ വാക്കിലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവൻ മരിച്ചത് സംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി പറയാം. സംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. യേശുക്രിസ്തു മരിച്ചു യേശുവിന്റെ പാപത്തിന് വേണ്ടി ആയിരുന്നില്ല. യേശുക്രിസ്തു ഒരു കാലത്തും ഒരു പാപം ചെയ്തിട്ടില്ല. നമ്മളുടെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. സംബന്ധമായി മരിച്ചു എന്ന് പറയുമ്പോൾ അവന്റെ തലയിൽ പിതാവ് സകല പാപങ്ങളും മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ മൊത്തം എടുത്ത് തലയിൽ വെച്ച് കൊടുത്തിരുന്നു. ആ പാപവുമായിട്ട് അവൻ മരിച്ച ക്രോസ് ഓഫ് കാൽവരി മരിച്ചപ്പോ പാപത്തിന്റെ ശക്തിയെ നശിപ്പിച്ചുകൊണ്ടാണ് അവൻ മരിച്ചിരിക്കുന്നത് അല്ലെ. പിശാചിന്റെ തലയെ ചവിട്ടി പൊളിച്ചുകൊണ്ടാണ് അവൻ മരിച്ചിരിക്കുന്നത്. ആ മരണത്തിൽ നിന്ന് പിതാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഒരിക്കൽ പോലും മരിക്കുന്നതിന് വേണ്ടിയല്ല അല്ലെ. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അവൻ ജീവിക്കുന്നതോ ദൈവത്തിൽ ജീവിക്കുന്നു. ഒരിക്കലും അവൻ പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിൽ
ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, അല്ലെ? ദൈവത്തിന് ജീവിക്കുന്നു. അപ്പൊ ഒരിക്കലും അവൻ പാപത്തിന് വേണ്ടി മരിച്ചു. പാപത്തിനെ നശിപ്പിച്ചുകൊണ്ട്, അതിന്റെ തലയെ ചവിട്ടി പൊളിച്ചുകൊണ്ട്, പിശാചിന്റെ തലയെ ചവിട്ടി പൊളിച്ചുകൊണ്ട്, പാപത്തിന്റെ ബന്ധത്തെ നശിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു മരിച്ചു. ഇന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലംഭാഗത്ത് ഇരിക്കുമ്പോൾ, അല്ലെ, അത് ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ ഗ്ലോറിക്കായിട്ടാണ് ജീവിക്കുന്നത്. ദൈവവുമായിട്ട് ഇനി ഒരിക്കൽ പോലും വിട്ടു പോകാത്ത തരത്തിലുള്ള ബന്ധത്തിലായിട്ടാണ് ജീവിക്കുന്നത്, അല്ലെ? ഒരു അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഫെലോഷിപ്പ്, അല്ലെ? ഒരു കൂട്ടായ്മ, അതാണ് യേശുവും പിതാവും തമ്മിലായിട്ടുള്ളത്, അല്ലെ? പിതാവിന്റെ വേണ്ടി, അല്ലെ, തന്നെ ഹമ്പിൾ ആക്കിക്കൊണ്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോ, മനുഷ്യവർഗത്തിന് വേണ്ടി പാവമായിട്ട് തീർന്നപ്പോ, ക്രോസ് ഓഫ് കാൽവരിയില് ആ പാപത്തിന്റെ ഫലം കണ്ട് പിതാവുമായിട്ട് സെപ്പറേറ്റ് ചെയ്തു പോയെങ്കിൽ പോലും, പക്ഷെ ഇന്ന് ജീവിക്കുന്നത് ഒരിക്കൽ പോലും സെപ്പറേറ്റ് ചെയ്യപ്പെടാത്ത തരത്തിലുള്ള അൺഷേക്കബിൾ, അൺബ്രേക്കബിൾ ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ ഫെലോഷിപ്പ്, അല്ലെ, കൂട്ടായ്മയായിട്ട്, പിതാവുമായിട്ടുള്ള കൂട്ടായ്മയായിട്ടാണ് ദൈവം യേശുവിനെ ആ കൂട്ടായ്മയ്ക്കായിട്ടാണ് യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 11ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവണ്ണം നിങ്ങളും, അല്ലെ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ നമ്മൾ പാവത്തിൽ മരിച്ചവരായ നമ്മളെയും യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. പാവസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, യേശുക്രിസ്തുവില് ജീവിക്കുന്ന വ്യക്തികൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലത്ത് പാപത്തിൽ മരിച്ചവരായിരുന്നവർ അവന്റെ മരണത്തിലേക്ക് ബാപ്റ്റിസം എടുത്തിട്ട് ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന പുതിയ ജീവനിലേക്ക് വന്നിരിക്കുന്നു. യേശുവിനെ പോലെ ആക്കുന്നതിന് വേണ്ടി പഴയ നിയമത്തിൽ ദൈവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മനുഷ്യരുടെ ഉള്ളിൽ പാപമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ, ന്യായപ്രമാണം കൊടുത്തതെങ്കിൽ, പുതിയ നിയമം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന വെച്ചാൽ സ്വന്തം മകന്റെ രക്തം കൊണ്ട് വെച്ചിരിക്കുന്ന പുതിയ കവനന്റ്, അല്ലെ? അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുവിനെ പോലെ മനുഷ്യരെ ആക്കി തീർക്കുക. അതാണ്, അല്ലെ? പാപമുണ്ടെന്ന് അറിയിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ പാപം ഞാൻ കളഞ്ഞിരിക്കുന്നു. ക്രോസ് ഓഫ് കാൽവരിയില് യേശു എന്റെ പുത്രൻ പാപമായി തീർന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി, അത് തീർന്നു, അല്ലെ? ഇന്ന് നിങ്ങൾ യേശുവിനെ പോലെ ആയിത്തീരുക, അല്ലെ? യേശുവിനെ പോലെ ആയിത്തീരുക. അതാണ് നമ്മളെ പറ്റി ദൈവം പുതിയ കവനുവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നു, അല്ലെ? യേശുവിനെ പോലെ എല്ലാവരെയും ആക്കി തീർക്കുക. അപ്പോൾ അവൻ എല്ലാവരിലും ആദിജാതനായിട്ട് ഏറ്റവും മൂത്ത സഹോദരനാവും, അല്ലെ? നമ്മളെല്ലാം അവന്റെ സ്വരൂപത്തിൽ ആയിത്തീരുക ചെയ്യുക. അതാണ് പുതിയ നിയമം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് എന്താ പറയുന്നത്, ന്യൂനെസ് ഓഫ് ലൈഫ് കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെ? ജീവന്റെ പുതുക്കം എന്ന് പറയുന്നത് അതാ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവം നേരത്തെ പറഞ്ഞ പോലെ യേശുക്രിസ്തു പുതിയ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് പിതാവുമായിട്ടുള്ള ഒരിക്കൽ പോലും ഇനി നശിച്ചു പോകാത്ത ആ ഒരു ബന്ധത്തിനായിട്ട് വേണ്ടി, അല്ലെ? ആ ഒരു കൂട്ടായ്മയ്ക്കായിട്ടാണെങ്കിൽ ഇപ്പൊ ജീവിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ പോലും നശിച്ചു പോകാത്ത ആ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കായിട്ട്, അല്ലെ? ഇനി ഒരിക്കൽ പോലും നമ്മളെ ദൈവത്തിൽ നിന്നും പോകാത്ത രീതിയിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടാതിരിക്കാത്ത തരത്തിലുള്ള കൂട്ടായ്മയ്ക്കായിട്ടാണ് പുതിയ ജീവിതത്തെ പറ്റി ദൈവം പുതിയ ജീവൻ നമുക്ക് തന്നുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നു, അല്ലെ? അതുകൊണ്ട് ഇവിടെ 12ാമത്തെ വാക്ക് പറയാം, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ, അല്ലെ, ഈ ഫിസിക്കൽ ശരീരത്തില് അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കി പാപത്തിന് സമർപ്പിക്കുകയും അരുത്, അല്ലെ? ഇനി നമ്മൾ പാപത്തിലേക്ക് തിരിച്ചു പോകരുത്, അല്ലെ? എന്നാ പറഞ്ഞിരിക്കുന്നത്. പാപത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്ന വ്യക്തികൾ ആകരുത്, അല്ലെ? ഇനി പാപത്തിന്റെ പിടിയിൽ ആയിരിക്കുന്നവർ ആകരുത്. ഇവിടെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തില് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടില്ല, തങ്ങൾക്ക് വേണ്ടി ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു, അല്ലെ? ഒരുവൻ മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും മരിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 5ാമത്തെ ചാപ്റ്ററില് ഇങ്ങനെ എന്താ പറയുന്നത്, പോൾ പറയും അവിടെ, ഒരുവൻ മരിച്ചതുകൊണ്ട്, യേശുക്രിസ്തു മരിച്ചത് കൊണ്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും മരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ജീവിക്കുന്ന ജീവിതം നമ്മൾക്ക് വേണ്ടിയുള്ള ജീവിതമല്ല, നമ്മളുടെ പാപത്തിന്റെ രീതിയിലുള്ള ജീവിതമല്ല, നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ മുമ്പിൽ എന്താ പറയുക സാക്രിഫൈസ് ആയിട്ട് കൊടുത്തുകൊണ്ട് എന്താ പറയുന്നത്, നമ്മള് ഇവിടെ എന്താ പറയുക റോമർക്ക് ലേഖനത്തിന് 6ന്റെ ഇങ്ങനെ 13 ഇങ്ങനെ പറഞ്ഞിരിക്കും, 6ാമത്തെ ചാപ്റ്റർ 13 ഇങ്ങനെ പറഞ്ഞിരിക്കുക, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധമാക്കി പാപത്തിന് സമർപ്പിക്കുകയും അരുത്.
പറയുന്നത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളും നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിൽ സമർപ്പിച്ചുകൊള്ളൂ അല്ലെ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരായിട്ട് ആ പുതിയ ജീവിതത്തിൽ പുതുക്കത്തിൽ ജീവന്റെ പുതുക്കത്തെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുക. പുതിയ ജീവിതത്തെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. പുതിയ ജീവിതത്തെ പറ്റി ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നു. 16-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞു, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരു കാലത്ത് നമ്മൾ ജഡത്തിന്റെ രീതിയിലായിരുന്നു അല്ലെ. ജഡപ്രകാരമാണ് എല്ലാ ആൾക്കാരെയും അറിഞ്ഞിരുന്നത്. ഇനി അങ്ങനെയല്ല. നമ്മൾ ഒരു വ്യക്തിനെയും ജഡത്തിന്റെ രീതിയിൽ അറിയുന്നില്ല. ഒരു വ്യക്തിയും എന്താ പറയാ ജഡത്തിൻ്റെത് ഞങ്ങള് ഇനി ഒരു വ്യക്തിയെയും ജഡത്തിന്റെ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെ. പുതിയ ജീവിതത്തിന്റെ പുതുക്കത്തിൽ അല്ലെ ആ ഒരു വ്യക്തിയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ ജീവിതം എന്ന് പറയുമ്പം ദൈവം ഒരു കാര്യം പറയട്ടെ, പുതിയ ജീവിതം എന്ന് പറഞ്ഞ മനുഷ്യനായിട്ടല്ല പിന്നെ വന്നിരിക്കുന്നത്, നമ്മൾ സ്പിരിച്വൽ ആയിട്ടാണ്, സ്പിരിച്വൽ ബീങ്ങുകളായിട്ടാണ് ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നത് അല്ലെ. അപ്പം ആ സ്പിരിച്വൽ ആയിട്ടാണ് നമ്മളെ ഇന്ന് കാണുന്നത് എന്നാണ് പോൾ പറഞ്ഞിരിക്കുന്നത്. പോൾ പറയുക, ഞാൻ ആരെയും കാണുന്നത് ഇനി പഴയ ആ മനുഷ്യനായിട്ടല്ല കാണുന്നത്, സ്പിരിച്വൽ ബീങ്ങുകളായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിരിക്കുക. എന്താ പറയുക, സ്പിരിറ്റുവൽ ആയിട്ടാണ് കാണുന്നത് എന്ന് പോളിവിടെ പറഞ്ഞിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇനി പഴയ സ്വഭാവത്തില് അവരിങ്ങനെ ആരെങ്കിലുമൊക്കെ പഴയ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ പിന്നെയും ആ പഴയ സ്വഭാവത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ താക്കുക ചെയ്യുന്നത്. അപ്പൊ പോള് അതിന് തയ്യാറില്ല. തനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പുതിയ ജീവിതം അല്ലെ. പുതിയ ജീവിതം എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നുള്ള ഇപ്പോഴല്ല നേരത്തെ ഉണ്ടായിരുന്ന പഴയ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വ്യക്തിന്റെ ഒരു ജീവിതം അല്ലേ ഇത്. നമ്മൾ ഒരു സ്പിരിച്വൽ ബീങ്ങുകളായിട്ട് മാറ്റിയിരിക്കുന്നു അല്ലെ. ആ ഒരു അവസ്ഥയിൽ നിന്ന് താഴേക്ക് ഇനി വരാൻ പോൾ ഒരിക്കലും തയ്യാറല്ല. അതാ പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആരെയും ജഡപ്രകാരം ഇനി കാണുന്നില്ല. യേശുക്രിസ്തു നേരത്തെ നമ്മൾ ജഡപ്രകാരമാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലെ. യേശു മനുഷ്യനാണെന്നും പ്രോഫറ്റ് ആണെന്നും അങ്ങനെ മനുഷ്യനെ പോലെ എന്തൊക്കെ ചെയ്യുന്നു കണ്ടുകൊണ്ടിരുന്നു, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. നമ്മളെ ജഡത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ല. എന്റെ ജീവന്റെ പുതുക്കത്തില് അല്ലെ ഞാനൊരു സ്പിരിച്വൽ ബീങ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, യേശു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതാണ് എന്റെ ഇന്നത്തെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. അതാണ് റിയാലിറ്റി. അങ്ങനെയാണ് ഞാൻ എന്റെ പുതിയ ജീവിതം, അതിനെപ്പറ്റി മാത്രമാണ് ഞാൻ അറിയാൻ ഇഷ്ടപ്പെടുന്നതും അല്ലെ. എന്റെ പഴയ ജീവിതത്തെ പറ്റി ഞാൻ ഒന്നും ഇനി അതിനെപ്പറ്റി ഞാൻ അറിയാൻ എന്താ പറയുക എനിക്ക് താല്പര്യമില്ല. അതല്ല ഞാൻ എന്നാണ് പോൾ ഇവിടെ പറയുന്നത് അല്ലെ. അതെല്ലാം മനുഷ്യർ എന്നും മനസ്സിലാക്കുന്നത്. നമ്മൾ ശരീരത്തിലാണ്. അപ്പൊ ഇതേ ചാപ്റ്റർ തന്നെ നമ്മൾ തുടക്കത്തിൽ നമുക്ക് അറിയാൻ പറ്റും. പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇത് വാസ്തവമാണ്. നമ്മളിപ്പോ ഒരു ടെന്റ് പോലെ നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പുതിയതായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആത്മാവ് എന്താ പറയുക ഈ കൂടാരം, നമ്മുടെ ശരീരം വന്ന് കൂടാരത്തെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ എന്താ പറയാ ഒരു വീടിന്റെ അകത്ത് മനുഷ്യർ ജീവിക്കുന്ന പോലെ അല്ലെ. നമ്മുടെ ശരീരം ഒരു വീട് പോലെയാണ്. ആ വീടിന്റെ അകത്ത് നമ്മളിങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ ആത്മാവ് ജീവിക്കുന്നുള്ളൂ. പക്ഷെ ആ വീടല്ല നമ്മള്, പക്ഷെ അതിന്റെ ഉള്ളിൽ ആത്മാവാണ് നമ്മൾ അല്ലെ. അപ്പൊ എല്ലാവരെയും ആ ആത്മാവ് എന്ന നിലയിലാണ് ഞാൻ കാണുന്നത് എന്നാ പോള് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാനുള്ള ഒരു വലിയൊരു എന്താ പറയുക ഒരു ഡോറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെയും പിശാച് നമ്മളെ ഓർപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെയും പഴയ മനുഷ്യരാണ് എന്നുള്ളതാണ് അവന് എപ്പോഴും നമ്മളെ പറ്റി ഓർപ്പിക്കുന്നത് അല്ലെ. പഴയതെല്ലാം പോയി പുതിയതെന്ന് പറയുമ്പോൾ നമ്മള് അതിന്റെ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ, എന്താണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മള് പിന്നെയും പിശാചിന്റെ പിടിയിലായപ്പോ ചെയ്യുന്നത് പല രീതിയിൽ പല കാര്യങ്ങൾ അവൻ നമ്മുടെ മനസ്സിലേക്ക് ഇടുകയും നമ്മളെ ഡിഫീറ്റ് ആക്കുന്ന തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ നമ്മളുടെ പുതുക്കം എന്ന് പറഞ്ഞാല് നമ്മള് നേരത്തെ വെറും മനുഷ്യൻ, ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന പുതുക്കം
ലോകം എന്ന് പറഞ്ഞാൽ പുതിയ ജീവിതം എന്ന് പറഞ്ഞാല് ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഴയ മനുഷ്യൻ അല്ലെ, പാപത്തിലായിരുന്ന മനുഷ്യൻ അത് നമ്മൾ യേശുവിലേക്ക് ബാപ്റ്റിസം എടുത്തപ്പോ അത് നശിച്ചു പോയിരിക്കുന്നു, അത് മരിച്ചു പോയിരിക്കുന്നു, പഴയ മനുഷ്യൻ നശിച്ചു പോയിരിക്കുന്നു അല്ലെ. നേരത്തെ മരിച്ച നമ്മുടെ ആത്മാവായിരുന്നത് അതെല്ലാം പോയിട്ട് ഒരു പുതിയ ആത്മാവ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു, നമ്മളെ സ്പിരിറ്റിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മളൊരു സ്പിരിച്വൽ ബീയിങ് ആണെന്നുള്ളതും നമ്മളുടെ ശരീരത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അത് നമുക്ക് ഒരു സ്പിരിറ്റിന് ജീവിക്കാൻ ഒരു ശരീരം വേണമല്ലോ, അതുകൊണ്ട് മാത്രം നമ്മൾ ജീവിക്കാൻ ചെയ്തത്. പക്ഷെ ഇന്ന് നമ്മൾ ആ സ്പിരിച്വൽ ബീയിങ് ആണും ആ സ്പിരിച്വൽ ബീയിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ പോലെ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുക, ചേഞ്ച് ചെയ്തിരിക്കുക. യേശുവിനെ പോലെ ചേഞ്ച് ചെയ്തിരിക്കുക എന്നല്ല പറഞ്ഞത്, യേശുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത് അല്ലെ. യേശുവിനെ പോലെ ഓരോ ദിവസത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ആ സ്പിരിച്വൽ ബീയിങ് ആണ് നമ്മൾ ഈ നമ്മുടെ കാണുന്ന ശരീരമല്ല നമ്മൾ, അത് മനസ്സിലാക്കുക അല്ലെ. പോൾ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇതേ ചാപ്റ്റർ തന്നെ പറഞ്ഞിരിക്കുക, ഇതൊരു എന്താ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വീട് പോലെ, ഒരു ടെന്റ് പോലെയാണ്, കൂടാരം പോലെയാണെങ്കിൽ ഈ കൂടാരം പോയാലും കുഴപ്പമില്ല, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന വേറെ കൂടാരമുണ്ട് സ്വർഗത്തിൽ, അത് നമുക്ക് ബിൽഡിംഗ് ഉണ്ട് സ്വർഗത്തിൽ, അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അല്ലെ. അപ്പോ നമ്മള് സ്വർഗത്തിലല്ലായെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇവിടെ വാസ്തവം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഉള്ളിൽ ദൈവം ഫോം ചെയ്തിരിക്കുന്ന വ്യക്തി ആണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള വ്യക്തി എന്ന് മനസ്സിലാക്കുക അല്ലെ. അപ്പൊ അതല്ലാതെ പിശാച് നമ്മളോട് പറയുന്ന പോലെ നിന്റെ ശരീരമാണ് ഏറ്റവും വലുത് അല്ലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ല നീ കാണുന്ന നീ ആയിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും വലുത് എന്ന് അങ്ങനെ ആകാതെ, അങ്ങനെ മനസ്സിലാക്കാതിരിക്കുക. പാപത്തിലല്ല നമ്മൾ മനസ്സിലാക്കുക അല്ലെ. പാപം ഇനി നമ്മുടെ ജീവിതത്തിൽ വരാൻ നമ്മൾ സമ്മതിക്കാതിരിക്കുക. പാപത്തിന്റെ ബന്ധനങ്ങൾ അത് ഓൾറെഡി പൊട്ടിച്ചു കഴിഞ്ഞതാണ്. പുതിയ ജീവിതമാണ് നമുക്കുള്ളത്, നമ്മളൊരു പുതിയ വ്യക്തികളാണ്, അത് മനസ്സിലാക്കുക. നമ്മള് യേശുവിലായിരിക്കുന്നവരാണ്, യേശുവിനെ ധരിച്ചിരിക്കുന്നവർ. ഗലാത്യർക്ക് ലേഖനത്തിന് 3-ാമത്തെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ബാപ്റ്റിസം എടുത്തിരിക്കുന്ന സകല വ്യക്തികളും യേശുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ പഴയ വ്യക്തികളല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ എന്താ പറയാ ആത്മാക്കളാണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. അതിനെ പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ പഴയ വ്യക്തികളല്ല, നമ്മൾ പഴയ മനുഷ്യരല്ല എന്ന് മനസ്സിലാക്കുക അല്ലെ. നമ്മളൊരു എന്താ പറയാ ആത്മാക്കളാണ്, നമുക്കൊരു ആത്മാവുണ്ട്, നമുക്ക് ഒരു എന്താ പറയാ ഒരു സോളുണ്ട് അല്ലെ, നമുക്കൊരു പ്രാണനുണ്ട്, നമ്മളൊരു ബോഡിയിലാണ് താമസിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. നേരത്തെ നമ്മുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് മരിച്ചതായിരുന്നു, അതിന് ജീവൻ ഉണ്ടായിരുന്നില്ല അല്ലെ. അത് മരിച്ച ആത്മാവ്, നമ്മൾ മരണത്തിന്റെ റിലമിലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ആത്മാവ്, ജീവിക്കുന്ന ആത്മാവ്, ആ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആലയമാണ് അല്ലെ. ഹോളി ഓഫ് ഹോളീസ് നേരത്തെ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ ആത്മാവാണ് അല്ലെ. സൃഷ്ടാവായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, അത് നമ്മൾ മനസ്സിലാക്കുക അല്ലെ. നമ്മൾക്കൊരു സോളുണ്ട്, അത് പ്രാണനുണ്ട്, നമ്മളൊരു ബോഡിയിൽ, ശരീരത്തിൽ ജീവിക്കുന്നു അല്ലെ. ശരീരമല്ല നമ്മുടെ ജീവിതം അല്ലെ, ശരീരമല്ല നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആത്മാവാണ് നമ്മൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അല്ലെ. അപ്പോ നമ്മുടെ ആത്മാവ് ആണ് നമ്മൾ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് അറിയാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വരുന്ന അസുഖങ്ങൾ നമ്മുടെ ആത്മാവിനെ ഡിറ്റർമിൻ ചെയ്യുന്നില്ല അല്ലെ. നമ്മുടെ ആത്മാവ് ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കുന്നതാണ്, ആത്മാവ് ജീവനുള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമ്മള് പഴയ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങളോ അതൊന്നും നമ്മളെ ഡിറ്റർമിൻ ചെയ്യുന്നേ ഇല്ല അല്ലെ. അതൊന്നും അല്ല നമ്മുടെ ജീവിതം അല്ലെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന കാര്യമല്ല അല്ലെ. അതൊന്നും അല്ല നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോ പിശാച് വന്നിട്ട് കണ്ടില്ലേ, നീ യേശുക്രിസ്തുവിലായിട്ട് കണ്ടില്ലേ, നിനക്ക് എന്നാ അസുഖങ്ങളൊക്കെയാ അല്ലെ. യേശുക്രിസ്തുവിലായിട്ട് കണ്ടില്ലേ, നിനക്ക് എന്നാ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിന്റെ പിള്ളേരെങ്ങനെയാ. അതൊക്കെ നമ്മളോട് പറഞ്ഞ് നമ്മളെ പിന്നെയും പഠിപ്പിക്കാൻ വരുമ്പോ, പിന്നെയും നമ്മുടെ തലയിലേക്ക് കയറ്റാൻ വരുമ്പോ നമുക്ക് അവനോട് തിരിച്ചു പറയണമെങ്കിൽ അല്ലെ, നീ എന്തോന്ന് ഈ പറയുന്നത്, ഈ ശരീരം പോകുന്ന ശരീരം അല്ലെ. പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, എന്റെ ഔട്ടർ മാൻ അല്ലെ, നമ്മുടെ ശരീരം അത് നശിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എന്റെ ഇന്നർമോസ്റ്റ് മാൻ എന്ന് വെച്ചാൽ ദൈവം പുതുതായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ആ വ്യക്തി അല്ലെ, അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക.
ഡേ ബൈ ഡേ അല്ലെ യങ് ആയിക്കൊണ്ടിരിക്കുക ഡേ ബൈ ഡേ. നമ്മുടെ ശരീരം എന്താ പറയുക വയസ്സായിക്കൊണ്ടിരിക്കുന്നു, അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, അസുഖങ്ങൾ വരുന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആ വ്യക്തി, പുതുതായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തി അല്ലെ എന്റെ ആത്മാവിന് പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക ഡേ ബൈ ഡേ അല്ലെ. അപ്പോൾ പിശാച് വന്നിട്ട് നോക്ക് നിനക്ക് എന്നെ അസുഖമല്ലേ, ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു അസുഖം, ഈ ആഴ്ച വേറൊരു അസുഖം, നോക്ക് നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് നോക്ക് എന്ന് പറയുമ്പോ നമുക്ക് അവനോട് തിരിച്ചു പറയണം. നമുക്ക് കാര്യം അറിഞ്ഞിരിക്കുന്നത് അവനോട് തിരിച്ചു പറയണം അല്ലെ, നീ എന്തോന്നാ പറയുന്നത്, എന്റെ ആത്മാവ് പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ, നീ പുറത്ത് കാണുന്നൊന്നുമല്ല ജീവിതം, ഈ ശരീരം പോകാനുള്ളത് അല്ലെ, പുതിയൊരു ജീവിതത്തിലേക്കാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ എന്താ പറയാ അറിയണമെങ്കിൽ ദൈവം എന്താണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ. ഒരു പുതിയ ജീവിതത്തിലേക്കാണ് അല്ലെ, ദൈവമായിട്ടുള്ള എന്നേക്കുമായിട്ടുള്ള ബന്ധത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതിനൊരു ബ്രേക്ക് ഇല്ല അല്ലെ. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. പുതിയ ജീവിതത്തിന്റെ പുതുക്കത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കൊന്ന് കർത്താവ് സമയത്ത് നന്ദി പറയുന്ന കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്, താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ, ഞങ്ങൾക്കൊരു പുതിയ ജീവൻ തന്നിട്ട് നന്ദി പറയുന്ന കർത്താവ്. ഒരിക്കൽ പാപികളാണ് ഞങ്ങളെ ഇന്ന് അങ്ങയുടേതാക്കി മാറ്റിയത് നന്ദി പറയുന്നു കർത്താവെ. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ, അങ്ങയുടെ വിജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങ് എന്താണ് ക്രോസ് ഓഫ് കാൽവരി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നു മനസ്സിലാക്കുന്ന കൃപ തന്നെന്ന് അപേക്ഷിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു, അവരോട് സംസാരിക്കണം അപേക്ഷിക്കുന്നു, അവരെ കണ്ണുകൾ തുറക്കണം അപേക്ഷിക്കുന്നു, യേശു നാമത്തിൽ അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു, യേശു നാമത്തിൽ ആമേൻ. നികട്ടെ നന്ദി വ്യക്തി മാത്രം.